കേരളത്തിൽ പുതിയ DGP-ആയി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റു. കേരള ചരിത്രത്തിൻ്റെ മറയ്ക്കാനാവാത്ത മുറിപ്പാടാണ് 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ്. 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം CPM-ൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും പൊള്ളുന്ന ഓർമ്മയാണ്. അതിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അടുത്ത കാലത്ത് മരിച്ച പുഷ്പൻ. 3 പതിറ്റാണ്ട് നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 അദ്ദേഹം വിടവാങ്ങി. വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന ശരീരവുമായി 28 കൊല്ലം ജീവിച്ച അദ്ദേഹം തോക്കിനെ തോൽപ്പിച്ച പോരാളിയായി അറിയപ്പെടുന്നു. റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി SP ആയിരിക്കെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രി MV രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിലെത്തിയതായിരുന്നു DYFI പ്രവർത്തകർ. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു രാഘവൻ. ഇരമ്പിയെത്തിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. തുടർന്ന് കല്ലെറും സംഘർഷവും ഉണ്ടായി. കണ്ണീർവാതക ഷെല്ലടക്കം ഉപയോഗിക്കുകയും പ്രതിഷേധം നിലയ്ക്കാറായതോടെ പോലീസ് നിറയൊഴിച്ചു. അന്ന് അവിടെ പോലീസിൻ്റെ നേതൃത്വം റവാഡയ്ക്കായിരുന്നു. 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. SP ആയി നിയമിതനായി പിറ്റേന്ന് തന്നെയായിരുന്നു ഇത്.